ഇന്ന് യുദ്ധഭൂമിയിലെ ഏറ്റവും വലിയ ഭീഷണി എന്താണെന്ന് അറിയാമോ? ചെറിയ ഡ്രോണുകൾ. പക്ഷെ അവ കാരണം ഉണ്ടാകുന്നത് വലിയ നാശമാണ്. അവയെ വെടിവെച്ച് തകർക്കേണ്ടതില്ല, വൈദ്യുതി തടസ്സപ്പെടുത്തേണ്ടതില്ല. പകരം വല എറിഞ്ഞു പിടിക്കുന്ന ഒരു പുതിയ സാങ്കേതിക വിദ്യ ഇന്ത്യയിലേക്ക് എത്തുകയാണ്. ഇന്ത്യയും ഇസ്രായേലും ചേർന്ന് ഒരു വലിയ കരാറിൽ ഒപ്പുവെക്കുകയാണ്. ഇത് ഇന്ത്യയുടെ സുരക്ഷാ സംവിധാനത്തെ മാറ്റിമറിക്കാൻ പോകുന്ന ഒരു കിഡിലൻ കരാറായിരിക്കും. എന്താണ് ഡിഫൻഡ് എയർ സംവിധാനം? ഇത് എങ്ങനെ പ്രവർത്തിക്കും? വിശദമായി തന്നെ നോക്കാം. ഒഡീഷയിലെ ഭുവനേശ്വറിൽ പ്രവർത്തിക്കുന്ന ബോൺ വി എയറോ ഇസ്രായേലിലെ പാരാസീറോ ടെക്നോളജീസുമായി ചേർന്ന് ഒരു പ്രധാന കരാർ ഒപ്പുവെച്ചിരിക്കുകയാണ്. ഈ കരാറിലൂടെ പാരാസീറോയിന്റെ ഡിഫൻഡ് എയർ എന്ന ഡ്രോൺ പ്രതിരോധ സംവിധാനം ഇന്ത്യയിൽ എത്തിക്കുമെന്നതാണ്. ഈ സംവിധാനം ഇന്ത്യയിൽ തന്നെ നിർമ്മിക്കാനാണ് പദ്ധതിയിട്ടിരിക്കുന്നത്. ആത്മനിർഭർ ഭാരത് ലക്ഷ്യത്തിന് നല്ല രീതിയിൽ പിന്തുണ നൽകുന്ന ഒരു പദ്ധതിയാണ് ഇത്. എന്താണ് ഡിഫൻഡ് എയർ? ഡിഫൻഡ് എയർ ഒരു പ്രത്യേക ഡ്രോൺ പ്രതിരോധ സംവിധാനമാണ്. ഇത് പ്രവർത്തിക്കുന്നത് വളരെ വ്യത്യസ്തമായ ഒരു രീതിയിലാണ്. ഡ്രോണിനെ വെടിവെച്ച് തകർക്കില്ല, അതുപോലെ തന്നെ സിഗ്നൽ തടസ്സപ്പെടുത്തുകയുമില്ല. പകരം വല ഉപയോഗിച്ച് ഡ്രോണിനെ പിടിച്ചെടുക്കുന്നു. ഇതൊരു ഡ്രോൺ പിടിക്കുന്ന ഉപകരണമാണ് എന്ന് വളരെ സിമ്പിളായി നമുക്ക് പറയാം. ഇനി എന്താണ് ഇതിന്റെ പ്രത്യേകത? ഇന്ന് ഉപയോഗിക്കുന്ന പല സംവിധാനങ്ങളും സിഗ്നൽ തടസ്സപ്പെടുത്തുന്നതിലാണ് ആശ്രയിക്കുന്നത്. പക്ഷേ അതിന് ചില പ്രശ്നങ്ങളുണ്ട്. വിമാനത്താവളങ്ങൾ പോലുള്ള സ്ഥലങ്ങളിൽ ഉപയോഗിക്കാൻ ബുദ്ധിമുട്ടാണ്. അതുപോലെ തന്നെ എല്ലാ ഡ്രോണുകളെയും അവയ്ക്ക് പിടിക്കാൻ സാധിക്കുകയുമില്ല. ഡിഫൻഡ് എയർ ഇതെല്ലാം മറികടക്കുന്നു. നേരിട്ട് ഡ്രോണിനെ പിടിക്കുന്നു. അതുപോലെ തന്നെ ചുറ്റുപാടിന് കേടുപാടുകൾ ഉണ്ടാക്കുന്നില്ല. അതുപോലെ തന്നെ സുരക്ഷിതമായ ഇടങ്ങളിൽ ഉപയോഗിക്കാനും കഴിയും. എന്തുകൊണ്ടാണ് ഇന്ത്യക്ക് ഇത് ആവശ്യമായി വരുന്നത്? പറഞ്ഞുതരാം. ഇന്ത്യയിൽ ഡ്രോൺ ഭീഷണി വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോഴുള്ളത്. അതിർത്തികളിലൂടെ അനധികൃത പ്രവേശനവും നടക്കുന്നുണ്ട്. ആയുധങ്ങളും മയക്കുമരുന്നുകളും ഡ്രോൺ ഉപയോഗിച്ച് കടത്തുന്നുമുണ്ട്. അതുപോലെ തന്നെ ശത്രു ഡ്രോണുകൾ സൈനിക കേന്ദ്രങ്ങൾ ലക്ഷ്യമിടുന്ന ഒരു സാഹചര്യവും ഇപ്പോൾ നമുക്കുണ്ട്. ഇത്തരം സാഹചര്യങ്ങളിൽ ഡിഫൻഡ് എയർ പോലെയുള്ള സംവിധാനം നമ്മുടെ രാജ്യത്തിന് വളരെയേറെ ഗുണം ചെയ്യുമെന്നത് എടുത്തു തന്നെ പറയണം. ഈ പദ്ധതി ഇന്ത്യയിൽ തന്നെ നിർമ്മാണം ലക്ഷ്യമിടുന്നു എന്നതാണ് ഇതിന്റെ മറ്റൊരു ഹൈലൈറ്റ്. സ്വകാര്യ കമ്പനികളുടെ പങ്കാളിത്തം, അതുപോലെ തന്നെ സ്വദേശീയ സാങ്കേതിക വിദ്യയുടെ വളർച്ച, പുതിയ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കപ്പെടുമെന്നതും ഈ പദ്ധതിയുടെ ഗുണവശമാണ്. ഇത് ഇന്ത്യയുടെ പ്രതിരോധ സ്വയം പര്യാപ്തതയ്ക്ക് വലിയ ഒരു സഹായമായി തന്നെ മാറും. ഈ കരാറിൽ മറ്റൊരു സംവിധാനവും ഉൾപ്പെടുന്നുണ്ട്. ഡ്രോപ്പ് എയർ. ദൂരപ്രദേശങ്ങളിലേക്ക് സാധനങ്ങൾ എത്തിക്കാൻ ഉപയോഗിക്കാൻ കഴിയുന്ന ഒരു ടെക്നോളജിയാണിത്. ദുരന്ത സമയങ്ങളിൽ രക്ഷാപ്രവർത്തനത്തിന് ഇത് ഉപയോഗിക്കാം. ഇത് സൈനിക രംഗത്തും സാധാരണ ജീവിതത്തിലും പ്രയോജനപ്പെടുത്താനാകും. മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ ഡിഫൻഡ് എയർ പോലെയുള്ള പുതിയ സാങ്കേതിക വിദ്യകൾ ഇന്ത്യയുടെ സുരക്ഷാ സംവിധാനത്തെ വലിയ രീതിയിൽ ശക്തിപ്പെടുത്തുമെന്നത് നിസ്സംശയം പറയാൻ സാധിക്കും. ഡ്രോൺ ഭീഷണിക്ക് ശക്തമായ മറുപടി, അതുപോലെ തന്നെ സ്വദേശീയ നിർമ്മാണത്തിന് പിന്തുണ, ഭാവിയിലെ യുദ്ധ സാഹചര്യങ്ങൾ വരികയാണെങ്കിൽ അതിനുവേണ്ട വലിയൊരു തയ്യാറെടുപ്പ് കൂടിയാണ് ഇങ്ങനെയുള്ള ടെക്നോളജികൾ. ഇതാണ് ഈ കരാറിന്റെ ഒരു പ്രധാന സന്ദേശമായി വരുന്നത്.